സിനിമാ മേഖലയിലെ താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധികൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് സംഘടന നീങ്ങുകയാണ്. അതിനിടയിൽ താരസംഘടനയിലെ കൂട്ടരാജിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനന്യയും സരയുവും രംഗത്ത് വന്നു. ഭൂരിപക്ഷ അഭിപ്രായമാണ് തീരുമാനത്തിൽ പ്രതിഫലിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട്. താൻ കൂട്ടപ്പിരിച്ചുവിടലിന് എതിരായിരുന്നുവെന്നാണ് അനന്യ പരസ്യമായി പറയുന്നത്. വിവാദങ്ങളെ നെഞ്ചുറപ്പോടെ നേരിടണമെന്ന് ജഗദീഷും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ മോഹൻലാൽ രാജിവെക്കുക എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ബാബുരാജ് എന്തു വന്നാലും ഒറ്റയ്ക്ക് രാജിക്കില്ലെന്നും വിശദീകരിച്ചു. ഈ പിടിവാശിയാണ് കൂട്ടരാജിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. ഭരണസമിതി പിരിച്ചുവിട്ടതോടെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്ന് മോഹൻലാൽ അടക്കം ഒഴിയുകയാണെന്നും വിമർശനമുണ്ട്. ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളടക്കം അവരവർ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അമ്മയെ ഇനി ആര് നയിക്കും എന്നതിലും പുതിയ ഭരണസമിതിയിൽ ആരൊക്കെ എന്നതിലുമെല്ലാം നടീനടന്മാർക്കിടയിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇതിലൊന്നും ആർക്കും ഒരു വ്യക്തതയുമില്ലായിരുന്നു. ജഗദീഷിനെ മുന്നിൽ കണ്ടാണ് ഒരു വിഭാഗത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ഉർവശി എന്നിവരുടെ പേരും ചർച്ചയാക്കുന്നുണ്ട്. നിലവിൽ അമ്മയിലെ കൂട്ടരാജിയിൽ ഭിന്നത രൂക്ഷമാണ്. സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് തങ്ങൾ രാജിവെച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി നടിമാരായ സരയുവും അനന്യയും രംഗത്തെത്തിയത് പുതിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. ഭരണസമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ എങ്ങനെ സ്ഥാനത്ത് തുടരാനാകുമെന്നാണ് മുൻ നേതൃത്വത്തിന്റെ പ്രതികരണം. നിയമോപദേശം ലഭിച്ചതിനു ശേഷമാണ് ഭരണസമിതി പിരിച്ചുവിട്ടതെന്നും മുൻ നേതൃത്വം വ്യക്തമാക്കി. നടീനടന്മാരുടേത് അവരുടെ അഭിപ്രായം മാത്രമാണ്. നടിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് അമ്മ ഭരണസമിതി പിരിച്ചുവിടാൻ പ്രസിഡന്റായ മോഹൻലാൽ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെ അടക്കമുണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടരാജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ബാബുരാജ് അംഗീകരിച്ചില്ല. സിദ്ദിഖിന്റെ പാത പിന്തുടരാനില്ലെന്നായിരുന്നു ബാബുരാജിന്റെ പക്ഷം. ഇതോടെ താൻ രാജിവെക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും രാജി എന്ന പൊതുനിർദ്ദേശവും എത്തി. ഇത് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു. അതേസമയം 30-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന അമ്മ സംഘടനയ്ക്കുണ്ടായത് വലിയ നാണക്കേട് തന്നെയാണ്. ജനറൽ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ ഉയർന്ന ലൈംഗിക ആരോപണം സംഘടനയുടെ മുഖം സമൂഹത്തിൽ വികൃതമാക്കി. ഭരണസമിതിയിലേക്ക് ഇനി ആര് എന്നതാണ് ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കില്ലെന്ന് ഉറപ്പായിരിക്കെ നേതൃത്വത്തിലേക്ക് വരാൻ പെട്ടെന്ന് ആരും തന്നെ തയ്യാറാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തുവരാതെ തന്നെയാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ ഇടപെടലിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം വന്നാൽ സ്ഥിതി കൂടുതൽ പരിതാപകരമാകും. പൃഥ്വിരാജിനെയും ടൊവിനോ തോമസിനെയും പോലുള്ളവർ നേതൃത്വത്തിലേക്ക് വരണമെന്ന അഭിപ്രായം സംഘടനയ്ക്കുള്ളിലുണ്ട്. ഇത്തവണ ഔദ്യോഗിക പാനലിനെതിരെ മത്സരത്തിന് കളമൊരുക്കിയവരാണിവർ. യുവതാരങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കാലങ്ങളായി തുടരുന്ന നേതൃത്വത്തിനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ സൂചനയായിരുന്നു. കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിച്ചത്. ജയൻ ചേർത്തല മഞ്ജു പിള്ളയെ തോൽപ്പിച്ച് വൈസ് പ്രസിഡന്റുമായി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിനൊടുവിലും വിവാദം നിറഞ്ഞു. വനിതാ അംഗങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ മത്സരിച്ച് തോറ്റവരെ തന്നെ വനിതാ പ്രാതിനിധ്യത്തിന്റെ പേരിൽ അംഗങ്ങളാക്കി. നേതൃത്വത്തിന്റെ കൂട്ടരാജി അംഗീകരിക്കില്ലെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ഇതേ അഭിപ്രായമുള്ള മറ്റു ചിലരും സംഘടനയിലുണ്ട്. ഇവരുടെ തുടർ നീക്കങ്ങൾ എന്താകും എന്നതും അടുത്ത ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും.